ഹലോ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കാഷ്വൽ ലീവ് അഥവാ ആകസ്മിക അവധിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. കേരള സർവീസ് റൂൾ അഥവാ KSR പാർട്ട് 1 റൂൾ 3 അപ്പൻഡിക്സ് 7 എന്നിവയിലാണ് കാഷ്വൽ ലീവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഈ ലീവ് ജീവനക്കാരുടെ അവകാശമല്ല. കാഷ്വൽ ലീവിൻ്റെ പേരിൽ അവധി ഉണ്ടെങ്കിൽ അതിനെ അവധിയായല്ല പരിഗണിക്കുന്നത്, പകരം ഡ്യൂട്ടിക്ക് വന്നതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ലീവുകളെപ്പോലെ കാഷ്വൽ ലീവ് ശമ്പളത്തെയോ മറ്റ് ആനുകൂല്യങ്ങളെയോ ബാധിക്കുന്നില്ല. കാഷ്വൽ ലീവ് കണക്കാക്കുന്നത് കലണ്ടർ വർഷമാണ്, അഥവാ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. ഒരു കലണ്ടർ വർഷം സർക്കാർ ജീവനക്കാർക്ക് പരമാവധി 20 കാഷ്വൽ ലീവ് അനുവദിക്കുന്നതാണ്. എന്നാൽ അധ്യാപകർക്ക് 15 കാഷ്വൽ ലീവാണ് ഉണ്ടാവുക. കാഷ്വൽ ലീവ് നിർബന്ധമായും നൽകണമെന്നൊന്നുമില്ല. സ്ഥാപന മേധാവിക്ക് വേണമെങ്കിൽ കാഷ്വൽ ലീവ് നിരസിക്കാവുന്നതാണ്. അതിനെതിരെ ഉദ്യോഗാർത്ഥികൾക്ക് കോടതിയിൽ പോകാൻ പോലും കഴിയില്ല. അഥവാ ഇത് ജീവനക്കാരൻ്റെ അവകാശമല്ല. കാഷ്വൽ ലീവ് ഞായറാഴ്ചകളുമായും മറ്റ് അവധി ദിനങ്ങളുമായും സംയോജിപ്പിക്കാവുന്നതാണ്. KSR അനുവദിച്ച മറ്റു ലീവുകൾക്കൊപ്പവും വെക്കേഷനുകൾക്കൊപ്പവും കാഷ്വൽ ലീവ് സംയോജിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പ്രത്യേക അവസരങ്ങളിൽ സ്ഥാപന മേധാവിക്ക് വേണമെങ്കിൽ ഇത് അനുവദിച്ചേക്കാം. സ്പെഷ്യൽ കാഷ്വൽ ലീവുമായും കോമ്പൻസേഷൻ ലീവിൻ്റെ കൂടെയും കാഷ്വൽ ലീവ് സംയോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഒരു ജീവനക്കാരൻ കാഷ്വൽ ലീവിൽ പോയിട്ട് പിന്നീട് കാഷ്വൽ അവധിയുടെ തുടർച്ചയായി മറ്റേതെങ്കിലും അവധിയിൽ പ്രവേശിച്ചാൽ ആ അവധിയുടെ തുടക്കം കാഷ്വൽ ലീവ് എടുത്ത തീയതി മുതലാണ് കണക്കാക്കുക. ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാഷ്വൽ ലീവ് ഒരവകാശമായി ഉന്നയിക്കേണ്ടതില്ല. സ്ഥാപന മേധാവി നൽകുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കാഷ്വൽ ലീവ് ഒരു സർക്കാർ ജീവനക്കാരന് ഉണ്ടാവുക. സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിൽ കുറേ ജീവനക്കാർ ഒരുമിച്ച് കാഷ്വൽ ലീവ് എടുക്കുന്ന സംവിധാനം നിയമപരമായിട്ട് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് KSR രീതി പ്രകാരം തന്നെ കാഷ്വൽ ലീവ് സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഉദ്യോഗാർത്ഥികൾ കാഷ്വൽ ലീവ് എടുക്കാൻ ശ്രമിക്കരുത്. അത് സ്ഥാപന മേധാവി ഒരിക്കലും അനുവദിക്കുകയില്ല. ഫോം നമ്പർ 19 കാഷ്വൽ ലീവ് രജിസ്റ്റർ നിർബന്ധമായും സ്ഥാപന മേധാവി തൻ്റെ ഓഫീസിൽ തയ്യാറാക്കേണ്ടതാണ്. ഏതായാലും 20 കാഷ്വൽ ലീവ് ഓരോ സർക്കാർ ജീവനക്കാരനും ഒരു കലണ്ടർ വർഷത്തിൽ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അധ്യാപകർക്ക് 15 കാഷ്വൽ ലീവാണ് ഉണ്ടാവുക. സ്ഥാപനത്തെ ബാധിക്കാത്ത രീതിയിൽ കാഷ്വൽ ലീവ് എടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.